ടെലിഗ്രാമിന് ഡൽഹി ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി. താൽക്കാലിക വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര തീരുമാനത്തിനെതിരായ ഹർജി തള്ളി. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് എന്ന് കോടതി വ്യക്തമാക്കി. നീറ്റ് പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച വരെ ടെലിഗ്രാമിനെ വിലക്കിയത്. ഇതിനിടെ ഞായറാഴ്ച പുനഃപരീക്ഷ നടക്കാനിരിക്കെ സമ്മർദ്ദത്തെ തുടർന്ന് അഹമ്മദാബാദിൽ ഒരു വിദ്യാർത്ഥി ജീവനൊടുക്കി. നീറ്റ് പുനഃപരീക്ഷയുടെ സുരക്ഷ കണക്കിലെടുത്ത് ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. IT ആക്ട് 69A നടപടിക്രമം കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടുണ്ടെന്നും അടിയന്തര സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ കേന്ദ്രം ഉന്നയിച്ച കാരണങ്ങൾ പര്യാപ്തമാണെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. ഈ കാരണങ്ങളാൽ ടെലിഗ്രാമിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. വാദത്തിനിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് കേന്ദ്രം ടെലിഗ്രാമിനെതിരെ നിരത്തിയത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ പ്ലാറ്റ്ഫോം ടെലിഗ്രാം ആണെന്നും സൈബർ സുരക്ഷയ്ക്ക് ടെലിഗ്രാം വെല്ലുവിളി ഉയർത്തുന്നുവെന്നും കേന്ദ്രം അറിയിച്ചു. ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ ടെലിഗ്രാം അധികൃതർ സമീപിച്ചേക്കും. അതിനിടെ അഹമ്മദാബാദിൽ നീറ്റ് പരീക്ഷാർത്ഥി ജീവനൊടുക്കി. കെട്ടിടത്തിന്റെ 6ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയായിരുന്നു ആത്മഹത്യ. വിദ്യാർത്ഥി നീറ്റ് പുനഃപരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പരീക്ഷാ സമ്മർദ്ദം നേരിട്ടിരുന്നതായി അറിയില്ലെന്നാണ് കുടുംബത്തിന്റെ മൊഴി. കേസിൽ അന്വേഷണം തുടരുകയാണ്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.